മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി സയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ, സയ്യിദാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പരിചയപ്പെടുത്തിയത്? പല കാരണങ്ങളും മുഫസ്സിരീങ്ങൾ പറഞ്ഞപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകൾ സയ്യിദാമാനുള്ള കാരണം അല്ലദീ ലാ യഗ്ലിബുൽ ഗളബ്, ദേഷ്യം പിടിച്ച് കൺട്രോൾ തെറ്റുന്ന സ്വഭാവം യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നില്ല. ദേഷ്യം നിയന്ത്രിച്ചത് കൊണ്ടാണ് സയ്യിദ് എന്ന ടൈറ്റിൽ മഹാനവറുകൾക്ക് അല്ലാഹു തആല വകവെച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നേതാക്കന്മാരാകുമ്പോ ദേഷ്യം കുറയാ വേണ്ടത്. ശൈത്താനിന്റെ ഏറ്റവും വലിയ ഇടപെടൽ മനുഷ്യനിൽ ഉണ്ടാവുന്നത് എപ്പോഴാ? ദേഷ്യം പിടിക്കുമ്പോഴാണ് ഒരു മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ശൈത്താൻ ഇടപെട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശൈത്താനിന്റെ ശർറിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു മേഖലയാണ് മനുഷ്യനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ. രണ്ടാളുകൾ നബി തങ്ങളുടെ മുന്നിൽ വെച്ച് ശക്തമായ ചീത്തവിളി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുകയാണെങ്കിൽ ലദഹബ അൻഹു മാ യജിദു, അയാളെ ദേഷ്യം പോയി കിട്ടും. അപ്പൊ ശൈത്താനാണ് മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ശൈത്താനിന്റെ ശർറിൽ നിന്ന് ദേഷ്യം പിടിക്കുമ്പോൾ കാവൽ തേടണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇമ്മാ യൻസഗന്നക ശൈത്താനു നസഗുൻ ഫസ്തഇദ് ബില്ലാഹ്, ശൈത്താൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുമ്പോ, ശൈത്താൻ നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ കാവൽ തേടണം. എപ്പോഴാ ഒരു മനുഷ്യനെ ശൈത്താൻ ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത്? ഇൻദൽ ഗളബി, ദേഷ്യം പിടിക്കുമ്പോഴാണ്.